നേരത്തെ കുത്താന്നല്ലേ നോമ്പ് നോറ്റവന് ഭക്ഷണം മുന്നിൽ വെച്ചിരിക്കണം എന്നാണ്. അത് വേണം. പക്ഷെ ഇന്നെപ്പോലെ നുണച്ചെളിയിട്ട് കാര്യമില്ലേ, ഇങ്ങനെ തൊളി വെള്ളം വരല്ലേ. എന്ത് ഊര് അപ്പൊ എന്റെ മീമി കാണൂലേ? ഇനിയെ പറഞ്ഞ കേക്ക് ഉപ്പ് ഊരാൻ പറ്റൂല. മഗ്‌രിബാങ്ക് കൊടുത്ത സമയത്ത് കുട്ടികൾ നല്ല ഡ്രസ്സിട്ട് കിടക്കണം എന്നാണ് ഇസ്ലാമിൽ പറഞ്ഞത്. അറിയോ? ഊരൂല 6:35. ഇനി ഏതായാലും 3-4 മിനിറ്റുകളുള്ളൂ. നീച്ചിക്കണ് കൈസ്. വയലല്ലേ കൈയെടുക്കടി ഇപ്പച്ച പറഞ്ഞ കൈയെടുക്കാൻ അന്റെ ഇപ്പച്ച പറഞ്ഞ കൈയെടുക്ക് കൈയെടുക്കടി ഇടുക്കി കൈ തെറ്റി. ഗൈസ് നമ്മൾ എത്രാമത്തെ നോമ്പാ ഇനി നമ്മക്ക്? എത്രാമത്തെ നോമ്പാ അമ്മ? ഗൈസ് അങ്ങനെ ഇന്ന് 7ാമത്തെ നോമ്പാണ്. ഇവിടെ ഇരിക്കണം ഇങ്ങനെ നോക്കണ്ട. ഞങ്ങളുടെ വീട് മൊത്തം അപ്പിയിട്ട് അരപ്പാക്കി. മോൾട്ടിപ്പോൾ അത് ക്ലീനിങ്ങിലാണ്. അത് കഴിഞ്ഞിട്ട് മോൾട്ടി വരും. കാരണം ഇപ്പോൾ ഉടനെ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം കയറും. കാരണം ഒരു സ്ഥലത്താണ് തിരക്കിടില്ല, നടന്നിട്ടിക്കണ് അല്ലേ. നീ ഇങ്ങനെ എടുത്തിട്ടോ, അതിനാണ് ഇവിടെ ബാത്റൂമുകൾ ഉള്ളിൽ. മനസ്സിലായോ? നീ ചെയ്ത് ഓട്ടുമ്പോൾ അപ്പിടോ. അതിൻ്റെ മുടി ശരിയായിക്കാം. എത്ര മുടി ഇങ്ങനെ മുടി ലെവലായിക്കാം. മുടി ലെവലാക്ക്. ആമിന ഗൈസ് നല്ല മുടി ഇല്ലേരി വെക്ക്. ഞാൻ പിന്നെയും കുറച്ച് മുടി കയറ്റി മൊട്ട അടിച്ചാണ്. ഇപ്പോൾ വന്നപ്പോൾ കണ്ടങ്ങൾ ആൺകുട്ടികളെ മാതിരിയാണ്. എവിടേക്കെങ്കിലും കൊണ്ടുപോയാൽ പോരെ. എന്താ അവൻ്റെ പേര് ചോദിച്ചു. ഞാൻ പിന്നെ തിരുത്താൻ നിൽക്കൂല. അവൻ്റെ പേര് ധനി എന്നറിയാം. ഞാൻ ഒരു ആൺകുട്ടികളുടെ പേരുണ്ട്. വായിൽ വല്ലട്ട് ഞാൻ തെറ്റും. അങ്ങനെ ഗൈസ് ഞങ്ങൾ 7ാമത്തെ നോമ്പ് നല്ല സർവശക്തൻ്റെ അനുഗ്രഹം കൊണ്ട് സുഖമായിട്ട് പോയി. ഇന്നലെ ഞങ്ങളൊരു വ്ളോഗ് ഇടാൻ മറന്നുപോയതല്ല. കാരണം ഞങ്ങൾ ഇന്നലെ മോട്ടിൻ്റെ വീട്ടിൽ തുറവീന് പാലയമാട്. അപ്പോൾ അവിടെ ചെന്ന് ഇവിടുന്ന് പോയപ്പോഴൊക്കെ നേരം വൈകി. കാരണം ദേരി ബാലവാടിയിൽ നിന്ന് വന്ന കുറച്ച് കുറുമ്പലാണ്. അവൾ ഉറങ്ങി നീച്ചു. പിന്നെ സോറി ബാലവാടി നല്ലായിരുന്നു അല്ലേ മോട്ടിയെ? എന്തിനു നോക്കുന്നല്ലേ? ഓള് പറഞ്ഞ ഡ്രസ്സിന് ഇട്ട് കൊടുക്കണം. അപ്പം എന്താ പറയുക, ഒന്ന് സെറ്റാണല്ലോ മോൾട്ടിക്ക്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഓള വർക്കപ്പ് രാത്രി എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡ് നഷ്ടപ്പെടും. ഒരു യൂട്യൂബ് നടത്തുന്ന ആൾക്ക് മനസ്സിലാവും ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ബാക്കിൽ എന്തൊക്കെയല്ലേ എന്നല്ലേ. ആര് തലമുട്ടിയോ? തലമുട്ടിയുടെ പിന്നുണ്ട് ഗൈസ്. ജില്ല ഇവിടെയൊക്കെ ആകെ അരപ്പാക്കിയാണ്ട് മോൾട്ടി ആ സ്പ്രേ അടിച്ചതാ. മണമൊന്നുമില്ല, എന്നാലും നോമ്പൊക്കെയല്ല. ഇനി നല്ല എന്താ പറയുക സെറ്റായി നിൽക്കോട്ടെ വേറെ എഴുതിയിട്ട്. അങ്ങനെ 7 നോമ്പ് 6ാമത്തെ നോമ്പ് മോൾട്ടിൻ്റെ വീട്ടിലായിരുന്നു. പറഞ്ഞില്ല, അതിൻ്റെ വ്ളോഗ് എടുത്തിട്ടില്ല. ഇന്ന് നമ്മളെ വീട്ടിലത്തെ അതായത് 7ാമത്തെ നോമ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ 8ാം തീയതി അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം ഞാൻ ഈ വീഡിയോ എടുത്ത് ഒന്ന് പുറത്തേക്ക് പോകും. എന്നിട്ട് പുറത്ത് പോയിട്ട് ചെക്കന്മാരപ്പൊക്കെ ഒന്ന് ഇരുന്ന് ഇഷാവൊക്കെ നിസ്കരിച്ചു സെറ്റായി വന്നിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുക, മോട്ടി ലൈറ്റ് ഓൺ ചെയ്യുക. എന്നാലേ നമുക്ക് വീഡിയോക്ക് ബാക്കിയുള്ള ഭംഗി കിട്ടുള്ളൂ. ഇന്ന് എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ അതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. സമയം എത്രയായി? 6:15 ഗൈസ്. ഇനി എത്ര നേരം കഴിയണം പറയാൻ പറ്റില്ല. ഞാൻ പൊതുവിനെ മറ്റുള്ള നീച്ചാലോ ഗൈസ്? ഡയറി ഉറങ്ങാട്ടോ. ഓള് നീച്ചാൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണല്ലേ. നമ്മളെ വ്ളോഗ് സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലായിണ്ടാവും ഓള് നീച്ചാലുള്ള ബുദ്ധിമുട്ടല്ല. ഓള് നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിന്നാനൊന്നും അയക്കൂലല്ലോ വീട്ടിൽ. അലമ്പ്. ഇത് ഒറ്റക്കാണെങ്കിൽ ഇവള് പാവ കുട്ടിയാണ് അല്ലേ ഇനിയെ? ഓളുമ്പാടെ കൂടുമ്പോഴാണ് ഇവള് ഡേഞ്ചർ അല്ലേ. പിന്നെ ഞങ്ങൾക്ക് ഇനി കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റ് വരുന്നുണ്ട് കുവൈത്തിന്ന്. അപ്പൊ അതിന്റെ അല്ല ഞമ്മക്കറിയാം, പക്ഷെ ഇവൾക്ക് അറിയില്ലല്ലോ ഓഡിയൻസ്. എന്നെ പോയി കയ്യിൽ നിന്ന് പോയി. അപ്പം അതിന്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ ഒന്ന് കാണണം. അപ്പം ഈ വീഡിയോ മോളൊപ്പം കണ്ടു കഴിഞ്ഞാലേ സോറി എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി സത്യസന്ധമായിട്ട് പറയാലോ, കാര്യങ്ങളൊക്കെ മനസ്സിലായിണ്ടാവുമല്ലോ. അപ്പം അതന്നെ. അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യൂലോ കുട്ടിയെ വരികയാണെങ്കിൽ. ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഓരോ മനുഷ്യന്മാർക്കും ഓരോ പ്രശ്നങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇനി നോമ്പിന് നമ്മൾ എന്തൊക്കെയാണ് വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്ന് മോൾട്ടി വേണമെന്ന് പറഞ്ഞു. എന്തൊക്കെ ഉണ്ടാക്കി മോൾട്ടിക്ക്? കട്ട്ലേറ്റ് ഉണ്ട്, പിന്നെ സമൂസ ഉണ്ട്, കൊക്കവട ഉണ്ട്, പിന്നെ കിഴങ്ങ് ബജി ഉണ്ട്, പൈനാപ്പിൾ ജ്യൂസും ലൈമും, പിന്നെ വത്തക്ക പൈനാപ്പിൾ ഫ്രൂട്ട്സ് കഴിക്കാൻ, ചിക്കൻ കറി, ചിക്കൻ കറി, ബീഫ്. ഇവക്കൊരു സ്വഭാവമുണ്ട് ഗൈസ്.
ഓളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് രാത്രിയേക്കും പിറ്റേന്ന് ഉച്ചക്കിലെ ചോറൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരും. ഓളെ ഉമ്മച്ചി നല്ല ക്വാണ്ടിറ്റി ഉണ്ടാക്കും. ഞാൻ പിന്നെ അതിന് എതിര് പറയാറില്ല. കാരണം ഇവിടെ 2 കുട്ടികളെയും വെച്ചിട്ട് ഓൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ പിന്നെ അതിനൊന്നും പറഞ്ഞ അടങ്ങാറാക്കില്ല. നല്ലതാണ് എപ്പോഴും കൊടുന്നോണ്ടി, അതിനൊന്നും തെറ്റില്ല. എപ്പോഴും നല്ലോണം കൊടുന്നോണ്ടി, അതിനൊന്നും ഒരു മോശമില്ല. അൽഹംദുലില്ലാ ഹൈറ്. അതടക്കട്ടെ, ഇജിന്നത് അടക്കട്ടെ. ഇനി ഇജ് ഉണ്ടാക്കി എന്തൊക്കെയാ പറഞ്ഞു കൊടുത്താ? ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ ഈ സമൂസ, കട്ട്ലേറ്റ്, കൊക്കട പറഞ്ഞേക്കണ്ട. 2 സമൂസയും 2 എന്താ പറയാ കട്ട്ലേറ്റും കൊക്കോടയും ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. കുട്ടികൾ പിന്നെ എല്ലാ അതിന്റെ റങ്കില്ല. ഓക്കെ. പിന്നെ ധൈര്യം ഉറങ്ങാണ്. ഓള് നീച്ചുമ്പോൾ അത്യാവശ്യം സമയമാകും. കാരണം നോമ്പ് ചിലപ്പം പിന്നെ ഞങ്ങൾക്കുള്ള പണി കുറച്ചൊന്നും തരുക. കാരണം നോമ്പ് തുറക്കുമ്പോൾ ഇറക്കി വിടും. പിന്നെ ആകെ കരച്ചില് പീച്ചില് പറഞ്ഞാൽ കേൾക്കൂല, ആകെ അച്ചുമിളിയേക്കാരം. പിന്നെ മോട്ടിപ്പോൾ തറാസ്കച്ചിട്ടൊന്ന് ക്ഷീണിക്കുന്നുണ്ട്. മോൻ കണ്ണുമുറക്ക് ആകെ പോയിക്കണ്. പിന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോക്ക് ഏജൂജും മൗജൂജും മുൻകറിനൊക്കെ നമുക്ക് കമൻറ്റ് തന്നവർക്ക് അൽഹംദുലില്ലാ താങ്ക്സ് കേട്ടോ. അതിനകത്ത് ഞങ്ങൾ ചോദിക്കും, ഒരു ഉളുപ്പില്ലാതെ ചോദിക്കും, ആരെയാണെങ്കിലും പറഞ്ഞത് അറിയാം ഇതൊക്കെ. പക്ഷെ സംശയത്തിന്റെ പേരിൽ അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മളോട് അദ്ദേഹത്തിൽ നടക്കത്ത് പോകാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടൂലല്ലോ. അതേമാതിരിയാണ്. അത് കിട്ടുമോ? എന്താണ് ചോദിക്കാം? ചൊല്ലേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത. എനിക്കറിയാന്നല്ല, അത് ഇടയ്ക്ക് കിട്ടുന്ന സെമി അല്ലാഹു പെട്ടെന്ന് അടിക്കാം. സെമി അല്ലാഹു ലിമൻ ഹമിദ അറിയില്ലേ? അവിടെ എന്താ ചൊല്ലുക? ഗൈസ് വണ്ടി സ്റ്റാർട്ട് ആയിക്കണ്. ഈച്ചിക്കണ് ഇല്ല ഒച്ച കേട്ടേച്ചി ഓളെ മാറി നീച്ചിക്കണ്. ഞാൻ വല്ല വായിലൊക്കെ സംഭവം ഓക്കില്ല ഞങ്ങൾ എടുത്തു വെക്കും. അങ്ങനെ ഓളെ കൂട്ടത്ത് കുട്ടിക്കില്ല. ഭയങ്കര അലമ്പാണ് ഓള്. തിന്നൂല, പക്ഷെ തിന്നാൻ അയക്കൂല. അതാണ് ഇതിനി ഇതൊക്കെ ആണെങ്കിൽ താത്താനെ കാണണം എപ്പോഴും. കേട്ടോ. അത് പിന്നെ മിഞ്ഞാത്ത വീഡിയോയിലേ ഇവിടെ ചെവി കുടിച്ചില്ല എപ്പ ചോദിച്ചത്. ഇവിടെ പാകേ ഇപ്പാ നിങ്ങൾ കാണുകയാണെങ്കിൽ കുവൈത്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇങ്ങോട്ടാ പറയാനുള്ളത്. ഇത് നിങ്ങൾ കരുതുന്ന മരത്തെ കാന്താരി ഇല്ല കേട്ടോ. പിന്നെ എന്റെ പിടുത്തം പറഞ്ഞാൽ എന്റെ കയ്യിൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ, ദമ്മുണ്ടാവുള്ളൂ. കാരണം പിടുത്തത്തിനുണ്ടാവില്ല. അതൊക്കെ അറിയാം അല്ലേ? പക്ഷെ കുമ്മാട്ടിക്ക സത്യാണ്. അതൊക്കെ അതാണ് ഞങ്ങളെ മില ബന്ധല്ലേ. ഞാനിയേ ഹായ് ഗായ് സോറി. അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഏകദേശം സമയം 6:20 ആകാനായിട്ടുണ്ട്. ഞാൻ മോട്ട് സാധനമൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിനി, അല്ല ടേബിളിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും എടുക്കണ്ട, കാരണം നല്ല കുഴക്കുണ്ട്. നല്ല ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചില്ല ഫ്രിഡ്ജിൽ നിന്ന്. അപ്പൊ ഞാൻ കുഴപ്പമില്ല, കഴിക്കുമ്പോൾ നല്ല റങ്ക് കിട്ടണമെങ്കിൽ ആക്കെ വേണം. അപ്പൊ അത് അവിടെ തന്നെ വന്നോട്ടെ കേട്ടോ. നമുക്ക് സമയം എടുക്കാം. അപ്പൊ നമുക്ക് ഇനി 6:20 ആയിക്കുന്ന സമയം നോമ്പറക്കണ വിശേഷങ്ങളും വിഭവങ്ങളും കാണിക്കാം. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. ഇതാണ് ഞങ്ങളെ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള സമയം. എന്ത് ഊര്? അപ്പൊ എന്റെ മീമി കാണൂലേ? ഊര് ഇനിയെ പറഞ്ഞ കേക്ക് ഊരാൻ പറ്റൂല. മഗ്‌രിബാങ്ക് കൊടുത്ത സമയത്ത് കുട്ടികൾ നല്ല ഡ്രസ്സിട്ട് കിടക്കണം എന്നാണ് ഇസ്ലാമിൽ പറഞ്ഞത്. അറിയോ? ഊരൂല ചൂടുമ്പൊക്കെയാണ് പൊടിയോളൂ. ഞങ്ങളെ മെനു ആണ് കേട്ടോളി. ഇതെന്താ പറ്റിയ ഉരുളക്കിഴങ്ങ് പൊരിച്ചത്, ഇത് പൈനാപ്പിൾ ചെത്തിയത്, ഇത് ബത്തക്ക ചെത്തിയത്, ഇത് പീടിയിൽ നിന്ന് വാങ്ങിയ കൊക്കവട, ഇത് പീടിയിൽ നിന്ന് വാങ്ങിയ കട്ട്ലെറ്റ്, ഇത് പീടിയിൽ നിന്ന് വാങ്ങിയ സമ്മു. പീഡിയ മീൻസ് കട. ഇത് നല്ല പൈനാപ്പിൾ ജ്യൂസ്, ഇത് ഒരു കുടം ലൈം, ഇത് സോസ്, ഇത് സോസ് ആക്കാൻ വന്ന എലിക്കുട്ടി, പൂച്ചക്കുട്ടിയാണ് പൂച്ചക്കുട്ടി അല്ലേ? മറ്റേ കൂടെ മറ്റേ നൂൽപുട്ടും കുടിപ്പുട്ടും ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് നൂൽപുട്ടൊക്കെയാണ് ഉള്ളത്. ആ നൂൽപുട്ട് നാളെ തൊട്ട് അന്ന് ഞാൻ ഓർക്കും, മനസ്സിലായിക്കോ. ഇനി ഉച്ചക്ക് നമ്മൾ നോക്കിട്ടെ ചേച്ചി. ഉച്ചക്ക് കളിച്ച വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഉറങ്ങുക. ഞങ്ങൾ നോമ്പോട്ട് നീച്ച. അതാണ് സെറ്റപ്പ് ഇട്ട് നമ്മളത്. ഇനി മനസ്സിലായോ? കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പിൽ കയറിയിരിക്കണ്. ഭർത്താക്കന്മാർക്ക് കാരൊക്കെ കൊണ്ടുവരാൻ മറന്നേക്കാരം. കാരൊക്കെ വെച്ച് നോമ്പ് പറഞ്ഞാലേ നോമ്പിന് പുണ്യം കൂടുതൽ. വള്ളത്തിലേറെ കാരൊക്കെയാണ്. മനസ്സിലായോ നമുക്ക്? ഞങ്ങൾ അടുക്കള നിങ്ങൾ എപ്പോഴും മോട്ടി വെൽ ക്ലീൻ ആക്കി വെക്കും. അതാണ് എനിക്ക് മോട്ടിനെ എപ്പോഴും ഞാൻ പറയും. എന്നാലും എപ്പോഴും ക്ലീൻ ആക്കുള്ളൂ. ഇത് ഞങ്ങളെ വർക്ക് ചെയ്ത് എങ്ങനെയുണ്ട് ഗൈസ്? ലൈറ്റ് ഇടണം മോട്ടിയെ? ലൈറ്റാ കുഴപ്പമൊന്നുമില്ല. മോട്ടി അതിനൊക്കെ ഉഷാറാണ്. അങ്ങനെ ഇവിടെ ഒറ്റക്കിട്ട് പോകാൻ പറ്റൂല. പിന്നെ വരുമ്പോണ്ടാ ജ്യൂസൊക്കെ മാറ്റി അതിൻ്റെ കൂടെ പാട് കൂട്ടി നേരത്തേക്ക് ഇരിക്കും. ഇപ്പച്ചൊക്കെ പഴിച്ച് നിൽക്കല്ലേ കുഞ്ഞാ. എനിക്കുറ്റിയെ പല കുട്ടി നയിച്ചിരിക്കും. ഇപ്പച്ചക്ക് ഞാൻ എന്തെങ്കിലും കുഴങ്ങിക്കില്ല. ഇപ്പച്ചി നോമ്പ് വെച്ചിട്ട് ഇപ്പച്ചി വെയിലത്ത് കൂടെ നടന്നാണ്ട് കുഴങ്ങിക്ക് നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട്.
വീട്ടിലേക്ക് മധുരം ഉണ്ടോ? ജയൻ അറിഞ്ഞത് മധുരം ഉണ്ടെന്നില്ലേ? ഞാൻ എത്രയും നോക്കട്ടെ ഗൈസ്, ആദ്യം അത് നോക്കാം. 6:35. ഇനി ഏതായാലും 3-4 മിനിറ്റുകളുള്ളൂ. ഗൈസ് ഓൾ നീച്ചിക്കണ് ഗൈസ്, ഇപ്പം നീച്ചു വരും കേട്ടോ. ഇവിടുത്തെ ഒച്ച നീച്ചിക്കണ്. ഓള് നീച്ച് കഴിഞ്ഞാൽ സഭ ആകെ വശമാവും. പക്ഷെ തെരുവിൽ ഉണ്ടെങ്കിൽ തിന്നാൻ രസമുള്ളൂ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ എനിക്ക് നല്ലോണം വിശക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്നിട്ട് അവിടെ ഞാനാണ്, ഇത് അവിടെ ഇരുന്നു പ്ലീസ്. അതെന്തോളം എനിക്ക് മനസ്സിലായിട്ടോ. ഇവിടെ കൈപ്പാങ് വരച്ച കൈപ്പാങ് ഇവിടെയാണ്. നല്ല അടിക്കണം, നല്ല ക്ഷീണുണ്ട്. നിങ്ങൾ കാരക്ക ഇങ്ങനെ അനാവശ്യമൊന്നും ചിലവാക്കൂല. കാരക്ക തോല് പൊളിച്ച് 2 ആക്കും ഓരോ കഷ്ണം. അതാണ് ഞങ്ങളെ മെനു അല്ലേ. നോക്ക് കയ്യിട്ട് ഇനിയേ കൊക്കോടാണ് തിന്നോ, സമൂസ കലട്ടൊക്കെ തിന്നോ. അല്ലാതെ ഇത് ദീക മറ്റേ ചട്നിന് വേണ്ടിയല്ലേ. കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. പൈനാപ്പിൾ കേട്ടോ. നമുക്കൊരു തുറവി വെക്കണ്ട് ഇൻഷാല്ലാ എല്ലാവരും കൂട്ടിയിട്ട്. സമയം ആയിട്ടില്ല, എല്ലാവരും ഒഴിഞ്ഞ് കിട്ടട്ടെ, കുറച്ച് കഴിയട്ടെ. നോമ്പ് പൗതിയാണ് കഴിയട്ടെ. വേണ്ടിയ നോമ്പ് പൗതി അല്ലേ, കുറച്ച് കൂടുതൽ കഴിഞ്ഞോട്ടല്ലേ. ഹലോ നേട് തുറക്കല്ലേ. ഏതായാലും ഈ മാസം അല്ല അടിപൊളി കറണ്ട് ബില്ല് വരും കേട്ടോ. ഫുൾ ലേറ്റ് ആണ്, ഫുള്ള് എല്ലായിടത്തും ലേറ്റ്. രാവും പകല് ലേറ്റ്, പിന്നെ രാത്രി കിടക്കുമ്പോൾ AC ഒക്കെ പാടുന്ന മാസം കണക്കാ. ബാങ്കേ ഒന്ന് കൊടുക്ക് ബാങ്കേ. ഇത് കുടിച്ചോ ചോദിച്ചിട്ടോ. നോട്ടിയാ എന്റെ കണക്കിച്ച് വേറെ ക്ലാസ് പറഞ്ഞോ. അത് ഞാൻ 2 ഒന്ന് കുടിച്ചു. എങ്ങനെ വേണ്ടി എനിക്കത് അല്ല ഈ മാതിരി കുടിക്കലേ. അങ്ങനെ നോക്കാലോ. സാധാരണ ഈ സമയത്ത് അമ്പലത്തിന്റെ പാട്ടാണല്ലോ. ഇപ്പൊ അമ്പലക്കാര് പാട്ട് കുടിക്കും. നടക്കണം സൂപ്പറായിട്ട് കുടിക്കാലോ. റെഡിയാക്കി വെച്ചേക്കണ്. ഇനി ബാങ്ക് കൊടുക്കുക, തുറക്കുക. അതാണ് നമ്മൾ പ്ലാൻ കേട്ടോ. ഏരിയ നമുക്ക് ഏകദേശം 2-3 മിനിറ്റ് ഇനി ബാങ്ക് കൊടുക്കാണ്ട്. അപ്പൊ ഇനി നമ്മളുടെ വീഡിയോ കട്ട് ചെയ്യണം കുറച്ച് നേരം. നോമ്പറക്കണേ ഇതോടുകൂടി ഈ നോമ്പ് അവസാനം. അതാണ് ഇതിന്റെ പ്ലാൻ. അല്ലെങ്കിൽ അങ്ങോട്ട് ബാങ്ക് കേൾക്കൂല. അത് പേരന്റെ ഉള്ളിൽ കഴിഞ്ഞ് പുറത്തിരുന്ന കേൾക്കും. പുറത്ത് ഉണ്ടാക്കി കോഴിയാണ് മുടിയത്താന്റെ. ഇതുണ്ടാണ് എന്തൊരു കഷ്ടാണ് ഈ മൂല്യമാരി ഈ സമയത്ത്. നേരത്തെ കുത്തന്നില്ലേ. നോമ്പ് നോറ്റവന് ഭക്ഷണം മുന്നിൽ വെച്ചിരിക്കണം എന്നാണ്. അത് വേണം. പക്ഷെ ഇന്നെപ്പോലെ നുണച്ചെളിയിരുന്ന കാര്യമില്ലേ, ഇങ്ങനെ തൊളി വെള്ളം വരില്ലേ. അതാ കൊടുത്തു. മർഹബാലബൈക യാ റസൂലുള്ളാഹ്. ബാങ്കിലാണ്. അല്ലാഹുമ്മ ലക അസ്ലംതു വഅലാ റിസ്ഖിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഗൈസ് അറ്റാക്ക് തുടങ്ങാണ്. ഇനി എല്ലാവരും അടുത്ത വ്ലോഗ് കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബൈ ബൈ, സീ യു.